എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ ലോ ക്ലാസ്സസിലേക്ക് സ്വാഗതം. വളരെ പ്രതീക്ഷയോടുകൂടി പഠിച്ച് പരീക്ഷ എഴുതിയ ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അധികം വൈകാതെ തന്നെ ഫൈനൽ കീ വരുമെന്ന. ഇതാ ഫൈനൽ കീ വന്നിരിക്കുന്നു. അപ്പോൾ അതിൽ കുറേ ക്വസ്റ്റ്യൻസിനകത്തൊരു ആംബിഗ്വിറ്റി ഉണ്ടായിരുന്നു. അത് ശരിയാണോ, കറക്റ്റ് ആണോ, ചേഞ്ച് ചെയ്യേണ്ടതുണ്ടോ, അത് ക്യാൻസൽ ചെയ്യേണ്ടതുണ്ടോ, പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു സംശയം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് അതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റുഡൻസ് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് മാറ്റണമെന്നും അതുപോലെ ക്യാൻസൽ ചെയ്യേണ്ടതുണ്ടെന്നും പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫൈനൽ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അത് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തതിനു ശേഷമാണ് PSC ഒരു ഫൈനൽ ആൻസർ കീ കൊണ്ടുവന്നിട്ടുള്ളത്. ചിലർക്കത് സന്തോഷം നൽകുന്നതായിരിക്കാം, ചിലർക്കത് സങ്കടം നൽകുന്നതായിരിക്കാം. കാരണം ശരിയാക്കിയ ചില ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയിട്ടുണ്ടാവാം, അന്ന് മാർക്ക് കൂട്ടി വെച്ചതിൽ നിന്നും കുറഞ്ഞിട്ടുണ്ടാവാം. എന്നാൽ ചിലർക്കത് അന്ന് മാർക്ക് കൂട്ടിയിൽ നിന്നും ചിലപ്പോൾ കൂടിയിട്ടും ഉണ്ടാവാം. രണ്ട് പോസിബിലിറ്റീസും ഉണ്ട്. സോ ഇതിനെങ്ങനെയാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിനെ ബാധിക്കുന്നത്, എങ്ങനെയാണ് കട്ട് ഓഫിനെ ബാധിക്കുന്നത്, അതുപോലെ തന്നെ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസ്, ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് മാറ്റങ്ങൾ വന്നത് എന്ന് നോക്കാം. അതിലെ 4 ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തു. 4 ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചേഞ്ച് ചെയ്തു. 5ഉം പ്രതീക്ഷിതമാണ്, ഒന്നും പ്രതീക്ഷിതമല്ല. നമ്മൾ ഡീറ്റെയിൽഡ് ഡിസ്കഷനകത്ത് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണത്, അല്ലാതെ വേറെ ഒന്നും തന്നെയില്ല. 4 ക്വസ്റ്റ്യൻസും ക്യാൻസൽ ചെയ്തു, ഒരെണ്ണം ചേഞ്ച് ചെയ്തു. അപ്പോൾ ടോട്ടൽ മാർക്ക് മാറി. 100 മാർക്ക് എന്നുള്ളതിന് പകരം എന്തായി, 96 മാർക്കായി. ഈ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താലും അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും അത്തരമൊരു ക്വസ്റ്റ്യനേ പരീക്ഷയിൽ ഉണ്ടായിരുന്നില്ല. ആ രീതിയിലായിരിക്കും PSC അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആൻസർ ടോട്ടൽ മാർക്ക് 96 മാറി. ഓക്കെ അല്ലേ? അപ്പോൾ അത് കട്ട് ഓഫിനെ ചെറിയ രീതിയിൽ ബാധിച്ചേക്കാം. സ്വാഭാവികമായിട്ടും 45, 46 അല്ലെങ്കിൽ 44, 43 ആ ഒരു റേഞ്ചിലെല്ലാമാണ് കട്ട് ഓഫ് പ്രതീക്ഷയെങ്കിൽ അതിൽ നിന്ന് 1, 2, 3 മാർക്കുകൾ വരെ ചിലപ്പോൾ താഴേക്ക് പോയേക്കാം. പക്ഷേ എന്നിരുന്നാലും പ്രതീക്ഷിതമായിട്ടുള്ള ഡീലീഷൻസ് ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള മാറ്റം, 4 ക്യാൻസൽ ചെയ്യുമ്പോൾ 4 മാർക്ക് കട്ട് ഓഫിൽ കുറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കി പോവാം. ഇതിലെ മാറ്റം വന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏതാണത്? അസേഷൻ എന്ന് പറഞ്ഞു, റീസൺ എന്നും പറഞ്ഞ് 2 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. നമുക്ക് അസേഷൻ റോങ് ആണ്, ഫോൾസ് ആണ്. എന്നാൽ പഴയ ആൻസർ കീക്കകത്ത് ആ റീസൺ കറക്റ്റ് ആണ് എന്നുള്ള രീതിയിലായിരുന്നു ആൻസർ തന്നിട്ടുണ്ടായിരുന്നത്. അതായത് A ഫോൾസ് ആൻഡ് R ഈസ് ട്രൂ എന്നുള്ള രീതിയിൽ ഓപ്ഷൻ C ആയിരുന്നു ആൻസർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നു സെക്ഷൻ 30 ക്ലോസ് 6 പ്രൈവറ്റ് ഡിഫൻസിനെ കുറിച്ചല്ല പറയുന്നത്. സിമ്പിൾ ലോജിക് ആയിരുന്നു അതല്ലേ. നമുക്കറിയാം ഏത് ഭാഗത്താണ് ഈ പറയുന്ന പ്രൈവറ്റ് ഡിഫൻസിനെ കുറിച്ച് പറയുന്നത്. ആ സെക്ഷൻസിനുള്ളിൽ വരികയാണെങ്കിൽ മാത്രമേ ആ പ്രൈവറ്റ് ഡിഫൻസുമായി ബന്ധപ്പെട്ടതാവുന്നുള്ളൂ അല്ലേ. ഇത് പ്രൈവറ്റ് ഡിഫൻസായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സെക്ഷനാണ്. അതുകൊണ്ട് അതും തെറ്റാണ് അല്ലേ, രണ്ടും തെറ്റാണ്. സോ അത് കാരണം ബോത്ത് ഫോൾസ് എന്നുള്ള രീതിയിൽ ഓപ്ഷൻ D ആക്കിയിട്ട് ചേഞ്ച് ചെയ്തു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ പറഞ്ഞതാണ്. സെക്ഷൻ 74 എന്ന് പറയുന്നത് എന്താ, അത് മോഡസ്റ്റി ഓഫ് വുമൻ എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ്. എന്നാൽ ക്വസ്റ്റ്യൻ അത് ചോദിച്ചത് 74-നകത്ത് പറയുന്ന സെക്ഷൽ ഹരാസ്മെന്റിനെ കുറിച്ചാണ്. സെക്ഷൽ ഹരാസ്മെന്റ് 74-ലല്ല 75-ലാണ് അല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യനകത്ത് തന്നെ ഒരു ആംബിഗ്വിറ്റി ഉണ്ടായിരുന്നു. സോ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇല്ല, ആ പരീക്ഷയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യണം. മറ്റൊന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്, കൊമേഴ്ഷ്യൽ കോടതിയുടെ പെക്യൂണറി ജൂറിസ്ഡിക്ഷനുമായി ബന്ധപ്പെട്ട് പണ്ടത്തെ ആക്ടിനകത്ത് അമെൻമെന്റിന് മുമ്പ് 1 കോടി രൂപയായിരുന്നു അതിൻ്റെ ഒരു പെക്യൂണറി ജൂറിസ്ഡിക്ഷൻ. പക്ഷേ അതിനുശേഷം അമെൻഡ് ചെയ്ത് വന്നപ്പോൾ ആസ് പെർ കൊമേഴ്ഷ്യൽ കോർട്ട് ആക്ട്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. 2015 കൊമേഴ്ഷ്യൽ കോർട്ട്സ് ആക്ട് പ്രകാരമാണെങ്കിൽ 3 ലക്ഷം രൂപയാണ് പെക്യൂണറി ജൂറിസ്ഡിക്ഷൻ. പക്ഷേ കേരളത്തിനകത്ത് നോട്ടിഫിക്കേഷൻ 10 ലക്ഷമൊക്കെ ആക്കി വന്നിട്ടുണ്ട്. പക്ഷേ ആക്ട് പ്രകാരം എന്താണെന്നാണ് ചോദ്യം അല്ലേ. ആക്ട് പ്രകാരം എത്രയാണ്? 3 ലക്ഷം. നമ്മൾ പഠിച്ചിട്ടുള്ളത്, കൃത്യമായി പഠിച്ചിട്ടുള്ളത് 3 ലക്ഷം എന്ന്. അപ്പോൾ അത് തെറ്റാണ്. 3 ലക്ഷം എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുമില്ല. സോ അത് കാരണം കൊണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ പരീക്ഷയിൽ നടന്നിട്ടില്ല. മറ്റൊന്ന് നോക്കൂ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത ബോണസ് ആക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലേ. നമുക്കറിയാം അതിലെ 3rd സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 3rd സ്റ്റേറ്റ്മെന്റിൽ 240 ഡേയ്സ് അല്ല 30 ദിവസം അല്ലേ, ഒരു അക്കൗണ്ടിങ് ഇയറിലെ. അത് അക്കൗണ്ടിങ് ഇയർ എന്നാണ് ആക്ടിനകത്ത് എടുത്ത് പറയുന്നത്. പക്ഷേ ഫിനാൻഷ്യൽ ഇയർ എന്നാണ് ഈ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്. വലിയ പ്രശ്നമില്ല. കാരണം ഫിനാൻഷ്യൽ ഇയറും അക്കൗണ്ടിങ് ഇയറൊക്കെ ചെറിയൊരു മെറ്റീരിയൽ ഡിഫക്റ്റ് ഒന്നും വരുന്നില്ല, വേർഡുകളുടെ യൂസേജിന്റെ പ്രശ്നമേ ഉള്ളൂ. പക്ഷേ 240 ദിവസം എന്ന് പറയുന്നത് വലിയൊരു തെറ്റാണ്. കാരണം 30 ദിവസം മതി. പക്ഷേ 240 അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ബോണസ് ആക്ട് ആണ്. ഏതാ ആക്ട്? പേയ്മെന്റ് ഓഫ് ബോണസ് ആക്റ്റാണ്. അത് ലേബർ ലോയിലെ പല ആക്ടുകളിലും പല ഡേറ്റ്സ് പറയുന്നുണ്ട്. ഗ്രാറ്റുവിറ്റി ആക്ട് വേറെയാണ്. അപ്പോൾ അതൊന്നും വെച്ച് മിക്സ് ചെയ്യരുത്. ബോണസ് ആക്ടിനകത്ത് 30 ദിവസമാണ്. അത് കാരണം കൊണ്ട് അത് തെറ്റാണ്, ഓപ്ഷൻ തെറ്റാണ്. അതേപോലെ തന്നെ 4th ഓപ്ഷൻ അല്ലെങ്കിലും തെറ്റാണ്, എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ഫിക്സഡ് ടൈം ഓർ കോൺട്രാക്ട് വർക്കേഴ്സ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ആക്സ് കവറേജ് എന്ന് പറയുന്നത്. അങ്ങനെ സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ചെയ്തിട്ടില്ല അല്ലേ. സോ ഇത്രയും ഈ 2 കാര്യങ്ങൾ. അപ്പോൾ 3ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1ഉം 2ഉം 5ഉം ആണ് കറക്റ്റായിട്ട് വരുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. സോ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തേ പറ്റൂ. അത് കാരണം കൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു.
നെക്സ്റ്റ് വൺ ഈസ് ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള സീനിയർ സിറ്റിസൺഷിപ്പ് ആക്ട്. നമ്മൾ 2007 2007 ആക്ട് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിഷ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്, മാക്സിമം പണിഷ്മെന്റ് ഫോർ എക്സ്പോഷർ ആൻഡ് അബൻമെന്റ് ഓഫ് സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത് 3 months ആണ്. ഇവിടെ 3 year കൊടുത്തിരിക്കുന്നത് അല്ലേ. 3 months ഇംപ്രസ്മെന്റ് ഓർ ഫൈൻ അപ് ടു 5,000 rupees. ഇതായിരുന്നു ശരിക്കും വരേണ്ടത്. പക്ഷെ ഇവിടെ ഇയറിന് പകരം 3 months പകരം ഇയർ ആണ് കൊടുത്തിട്ടുള്ളത്. മന്ത്സ് ആണ് ശരിക്കും വരേണ്ടത്. സോ ഇതായിരുന്നു ഈ ഒരു ക്വസ്റ്റിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. സോ 4 ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തു, ഒരു ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്തു. സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചിലവരുടെ മാർക്ക് കുറഞ്ഞു, ചിലരുടെ മാർക്ക് കൂടി, ചിലവരുടെ മാർക്ക് അതുപോലെ തന്നെ കെടുക്കുന്നു. സോ ചിലർക്ക് സന്തോഷം വരാം, ചിലർക്ക് സങ്കടം വരാം, വിഷമിച്ചിട്ട് കാര്യമില്ല. അത് അറ്റത്ത് നിൽക്കുന്നവർക്കാണ് അത്രയും പ്രശ്നം വരുന്നത്. 50 മുകളിൽ മാർക്ക് ഉള്ള ആൾക്കാർ വളരെ സേഫാണ്, യാതൊരു സംശയം വേണ്ട. 50 മാർക്കിൽ കൂടുതലുള്ള ആൾക്കാർ വളരെ സേഫാണ്, നല്ല റാങ്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. എന്നാൽ അതിന് താഴെ 40-നും 50-നും ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ, അതും 45 to 50 മാർക്കുള്ളവരും അത്യാവശ്യം സേഫ് തന്നെയാണ്. 40-നും 45-നും ഇടയിലുള്ളവർ തമ്മിലാണ് കോമ്പറ്റീഷൻ. ഓരോ 0.33 മാർക്കുകളിലേക്കും കുറേ റാങ്കുകളുടെ വ്യത്യാസങ്ങൾ വന്നേക്കാം. സോ എന്നിരുന്നാലും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നിങ്ങൾക്ക് മാർക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പഠനം കണ്ടിന്യൂ ചെയ്യുക. പലരും വിളിച്ച് ചോദിച്ചിരുന്നു 40 മാർക്ക് അല്ലെങ്കിൽ 42 മാർക്ക് ഉണ്ട്. ഇറ്റ്സ് ഗുഡ്, നല്ല മാർക്കാണ്, വളരെ മോശം മാർക്കൊന്നുമല്ല അത്. അപ്പോൾ എന്ത് ചെയ്യണം, കിട്ടുമോ കിട്ടില്ലോ എന്ന് ഉറപ്പില്ല. ഇനി ഏതെങ്കിലും പഠിക്കണോ? അപ്പോൾ 3 വർഷം ആവാത്തത് കൊണ്ട് APP എക്സാം എഴുതാൻ പറ്റില്ല, സിവിൽ ജഡ്ജ് എക്സാം എഴുതാൻ പറ്റില്ല. വേറെ ഏത് എക്സാം എഴുതാം? വേറെ ഏത് എക്സാം എഴുതാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റാവുന്ന ഒരു എക്സാം ഉണ്ട്. ലീഗൽ അസിസ്റ്റന്റ് സെയിം സിലബസ് വരുന്ന ഒരു മെയിൻസ് പരീക്ഷ വരുന്നുണ്ട്. ഏതാത്? KIT ആണ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ്. അഡ്ഹോക്ക് ലേണിംഗ് ആപ്പിനകത്ത് അതിൻ്റെ കോഴ്സ് എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ അതിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ലോ ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പ്രിലിംസ് പാസ്സാകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് രസകരമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നോട്ടുകളും PDF നോട്ടുകളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതൊന്ന് കയറി കഴിഞ്ഞാൽ, പ്രിലിംസിൽ ഒന്ന് ഇറങ്ങുന്നു വേണ്ട, അതൊന്ന് കയറി കഴിഞ്ഞാൽ മെയിൻസിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ജനറൽ PSC പഠിക്കുന്നവരെക്കാൾ, ജനറൽ ഗ്രാജുവേറ്റിനേക്കാൾ വളരെ സാധ്യത കൂടുതൽ LLB ഗ്രാജുവേറ്റ്സിന് തന്നെയാണ്. സോ KIT അസിസ്റ്റന്റ് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഏജ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, പ്രായം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അടുത്ത 3 വർഷം കഴിയുമ്പോൾ വീണ്ടും ലീഗൽ അസിസ്റ്റന്റ് വരും. ലീഗൽ അസിസ്റ്റന്റ്, അടുത്ത ലീഗൽ അസിസ്റ്റന്റിനെ ഭൂരിഭാഗം പേരും പഠിക്കാൻ പോകുന്ന എപ്പോഴാണ്? അടുത്ത ലീഗൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാറായി എന്ന് അറിയുമ്പോൾ മാത്രമായിരിക്കും. എന്നാൽ നിങ്ങൾ ഇപ്പോഴേ കണ്ടിന്യൂ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ കയ്യിൽ 3 വർഷമുണ്ട്. അതൊക്കെ പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും പോകും. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും അയ്യോ അന്നേ പഠിച്ചിരുന്നെങ്കിൽ നന്നായനെ എന്നിപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല. അന്നേ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ നന്നായനെ എന്ന് ആ ഒരു കാലഘട്ടത്തിൽ ആലോചിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം തന്നെ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലേ? അടുത്ത ലീഗൽ അസിസ്റ്റന്റ് മാത്രമാണോ നിങ്ങളുടെ കയ്യിലുള്ളത്? പഠനം ഒരിക്കലും അത് ദോഷമാവില്ല. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരോ അറ്റ്ലീസ്റ്റ് LLB കഴിഞ്ഞവരല്ലേ, നിർബന്ധമായിട്ട് നിങ്ങൾ പഠനം കണ്ടിന്യൂ ചെയ്യുക. ഒരിക്കലും അത് ദോഷമാവില്ല. നിങ്ങൾക്ക് ഗുണം ചെയ്യുക മാത്രമേ വരുള്ളൂ. അടുത്ത ലീഗൽ അസിസ്റ്റന്റ് എങ്കിൽ അടുത്ത ലീഗൽ അസിസ്റ്റന്റ്, അതിനുവേണ്ടി ആഞ്ഞിരുന്ന് പഠിക്കുക. ഇത് കിട്ടുമ്പോൾ കിട്ടട്ടെ. ഇതിന് ചെയ്യാവുന്ന വർക്കുകൾ നമ്മൾ തീർത്തല്ലോ. ഇനി ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് നോക്കാം. അതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. APP പഠിക്കാൻ പറ്റാവുന്നവരെ APP പഠിക്കുക, സിവിൽ ജഡ്ജ് പഠിക്കാൻ പറ്റാവുന്നവർ സിവിൽ ജഡ്ജ് പഠിക്കുക. ഇത് രണ്ടും വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ KIT പഠിക്കാൻ പറ്റാവുന്നവർ KIT പഠിക്കുക. എന്നാൽ അത് പഠിക്കാനും താല്പര്യമില്ല, ലോ മാത്രമേ പഠിക്കാൻ താല്പര്യമുള്ളൂ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ലീഗൽ അസിസ്റ്റന്റ് ഇനിയും വരും. 3 വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും പോകും. സോ അതിനുവേണ്ടി ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. എല്ലാ ദിവസവും കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യാം ഇതിന് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ ഡെഫിനറ്റ്ലി നല്ല മാർക്ക് അടുത്ത പ്രാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും. റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്ത്, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് സ്ട്രിക്റ്റ് സെൻസിൽ നിങ്ങൾ പഠിച്ചു പോവുക. ഒരു ദിവസം പോലും പഠിക്കാത്ത ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ആ രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും, യാതൊരു സംശയമില്ല. സോ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് കാണാം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഇതിനോടൊപ്പം തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. ഫൈനൽ കീയിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ അഡ്ഹോക്ക് ലേണിംഗ് ആപ്പിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോ ഡോക്കറ്റ് എന്ന് പറയുന്നൊരു കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. അതിനകത്ത് ഈ യൂട്യൂബ് ചാനലിൽ വരുന്ന കണ്ടന്റുകളുടെ PDFകൾ, പല ക്ലാസ്സുകളുടെയും നോട്ടുകൾ, ഫ്രീ ക്ലാസ്സുകൾ, ഫ്രീ ക്വസ്റ്റ്യൻ പൂളുകൾ, ഫ്രീ ടെസ്റ്റ് സീരീസുകൾ, അങ്ങനെ തുടങ്ങിയുള്ള കുറേ സാധനങ്ങൾ അവിടെ ലഭ്യമാണ്. നിങ്ങൾ സൗജന്യമാണല്ലോ, ഫ്രീ ആയിട്ട് കയറിയിട്ട് നിങ്ങൾ ആക്സസ് ചെയ്യും. ഓക്കെ, സോ പഠനം കണ്ടിന്യൂ ചെയ്യുക. താങ്ക് യു ആൾ.